ആരുമില്ലേ? ആര്? തണുപ്പ. ഒരു നിമിഷം. ഹായ് ഷെഫി ഹായ്. ലൈവ് സുഖമായിട്ടിരിക്കുന്നു. ഇത് എൻ്റെ മുയൽക്കൂടാണ്, മുയൽ ഫാം. അപ്പോൾ മുയലുകൾക്ക് തീറ്റ കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു ലൈവ് വന്നതാ. രാവിലെ മുയലുകളെ കാണിച്ചു തരാവേ. കണ്ടോ, ലേബർ വാർഡ്. അത് എല്ലാവരും പ്രസവിച്ചും മക്കളെ കേട്ട് നിൽക്കുക. അവരുടെ നെറ്റ് പുതിയ ബ്രീഡിംഗ് ബോക്സ് അടിച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. മെഷ് കുറച്ച് അകലം കൂടിപ്പോയി. അപ്പം അതുകൊണ്ടിട്ട് കുഞ്ഞുങ്ങളുടെ കാല് പോകുന്നതുകൊണ്ടിട്ട് ഞാൻ അമ്മ ഒരുക്കിയ കൂടൊക്കെ ഒഴിവാക്കിയിട്ട് ഞാനൊരു തുണിയൊക്കെ വിരിച്ച് സെറ്റാക്കി കൊടുത്തേക്കുക. ഇവിടെ ഉള്ളവെള്ളം മാറ്റി ഇവിടെയുണ്ട്. കണ്ടോ, അവന്മാരൊക്കെ തനിയെ കഴിക്കാറായി. പക്ഷെ അവന്മാർക്കൊക്കെ മടിയാ. അവന്മാർ ഇപ്പോഴും അമ്മയുടെ പാലും കുടിച്ച് നിൽക്കുക. ഇയാളിപ്പോൾ പ്രസവിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതിലുണ്ട് കുഞ്ഞുങ്ങള്. കണ്ട, കുരുത്തക്കേടുകളാ. തല്ലുകൂടെ നോക്കി കണ്ണു തുറന്ന് വരുന്നതേ ഉള്ളൂ. 10 ദിവസം ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അടി കൂടി തുടങ്ങി. ഇവിടെ ഉണ്ട്. ഇത് സുന്ദരി മോള. കാരണം വേറൊരു അമ്മ പ്രസവിച്ച മക്കളെ ആ അമ്മ 3 മക്കളെ കൊന്നു കളഞ്ഞു എന്ന് വെച്ചാൽ അവള് നോക്കിയില്ല, അവള് കൂടെ ഒന്നും ഒരുക്കിയില്ല. അപ്പൊ ആ മക്കളെയും കൂടെ നോക്കുന്ന സുന്ദരി മോള ഇത്. ഇതൊരാളുണ്ട്. അയാള് പ്രസവിച്ചിട്ട് കണ്ടോ, കുഞ്ഞുങ്ങൾ കിടന്നനങ്ങുന്ന കണ്ടോ. 2 ദിവസമായിട്ടുള്ള ഒരു പ്രസവിച്ചിട്ട് അവിടെ കൂടൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ എന്താന്ന് വെച്ചാല് ലൈവ് ഒരു പണിയുമില്ലാതെ ചൊറിയും കുത്തിയിരിക്കുന്ന ചില ചൊറിഞ്ഞ ആക്ടിവിസ്റ്റുകൾ, സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റികൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോ അവർക്ക് ഒരു പണിയില്ലാതെ ചൊറിഞ്ഞു കുത്തിയിരിക്കുന്നത് കൊണ്ടിട്ട് ഏതോ ഒരു സാമ്പത്തിക തിരിമറി കേസില് ഞങ്ങളുടെ പേര് കൂടെ, എന്റെയും മിനുവിന്റെയും പേര് കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ആദ്യയുടെ പേര് കൂട്ടിച്ചേർത്ത് വെച്ചത്, ആദീസ് ഫാം ഹൗസ്. അപ്പോ ആ ഒരു കാര്യത്തിൽ അവർക്ക് വേറെ ഒരു പണിയില്ല. അത് ഞാൻ നിയമപരമായിട്ട് പോവാൻ തീരുമാനിച്ചു എന്തായാലും. അപ്പൊ എന്റെ മക്കളെ തൊട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം വെറുതെ വിടാൻ ഉദ്ദേശമില്ല. അത് തന്നെ പറയാനുള്ളത്. പിന്നെന്ന് വെച്ചാല് നമുക്ക് വേറെ പണികൾ ഒരുപാടുണ്ട്. ഞാൻ തൊഴിലുറപ്പ് പണി ഇപ്പൊ രാവിലെ തുടങ്ങും. രാവിലെ 8 മണിക്ക് തുടങ്ങും. കാരണം വെയിലല്ലേ ഈ സമയത്ത്. അപ്പൊ അതുകൊണ്ടിട്ട് രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. KR കൃഷ്ണദാസ് ഒന്ന് പോകാമോ? സഹോദര, ലെഫ്റ്റ് ചെയ്യുക, പോവുക. ഇത് എന്റെ വാളാണ്, എന്റെ ലൈവാണ് കേട്ടോ. ഇറങ്ങിപ്പോക്കോളൂ, ഒരു പ്രശ്നവും ഇല്ല സഹോദരൻ. ഞാൻ ഇവിടെ ആരും വിളിച്ചു കയറ്റിയില്ല. അപ്പൊ എന്ന് വെച്ചാല് അപ്പൊ രാവിലെ 8 മണി മുതൽ 12 മണി വരെ ഉണ്ടാവും. പിന്നെ 12 മണി മുതൽ 3 മണി വരെ ബ്രേക്കാണ്. കാരണം ആ സമയത്ത് വെയിലല്ലേ, വെയിൽ കൂടുതലായതുകൊണ്ട് ഇപ്പോ 2-3 ദിവസമായിട്ടുള്ള സർക്കാരിന്റെ പുതിയ ഒരു നിയമമാണത്. പിന്നെ 3 മണി മുതൽ 5 മണി വരെയാണ്. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ 7 മണി മുതൽ ഇവിടെ കുറച്ച് കാടകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഗൂസുണ്ട്, ഗിനിക്കോഴിയുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ ഈ മുയലുകളുണ്ട്. ഇവർക്ക് രാവിലെ നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. രാവിലെ ഞങ്ങൾ വന്ന് കൂട് ക്ലീൻ ചെയ്തിട്ട് കൈത്തീറ്റ, അതായത് തവിടുകളും പിണ്ണാക്കുമാണ് രാവിലെ കൊടുക്കുന്നത്. വൈകിട്ട് പുല്ലാണ് കൊടുക്കുന്നത്. അപ്പോ അതുകൊണ്ടിട്ട് രാവിലെ നമ്മൾ തിരക്കായിരിക്കും. രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 8 മണിക്ക്. ഇപ്പൊ തൊഴിലുറപ്പും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി ജോലി കൂടുതലാണ്. പിന്നെ ഉച്ചയ്ക്ക് 3 മണി വരെ ബ്രേക്ക് ഉള്ളത്. 12 മണി മുതൽ 3 വരെ ബ്രേക്ക് ഉണ്ട്. ആ സമയത്താണ് ഇവർക്കുള്ള പുല്ലൊക്കെ ചെത്തി ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോന്ന് വെച്ചാല് ഇന്ന്
ഇന്നിപ്പോ ഞങ്ങക്ക് കുറച്ച് തിരക്കായിപ്പോ ഇന്നിപ്പോ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഇന്ന് പുല്ല് എത്താൻ പറ്റിയില്ല. അതുകൊണ്ടിട്ട് തവിട് തന്നെ വൈകിട്ടും കൊടുത്തു ഇവർക്ക്. പിന്നെ എലിയുണ്ട്, എലിനെ കാണിച്ചു തരാവേ. ചക്കാടാ കുഞ്ഞാ ഇതാ ഇവൻ എലി കണ്ടോ. ഇവൻ മെയിലാണ്, ഇവന്റെ ഒരു ഫീമെയിൽ ഉണ്ട്. അവനത് ഒളിപ്പിച്ച് വെച്ചേക്കുവാ. ഇത് അതെ, ഇവൻ സദാചാരവാദിയാ. ഇവൻ ഈ ഇലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമ്മൾ വെച്ചു കൊടുത്ത ഇലയൊന്നുമല്ല. ഇത് അതെ അവൻ അവൾ കയറിപ്പോയേ, വൈറ്റാ റെഡ് ഐ ആയിട്ട്. അപ്പോ അവൻ പോയി, അവൻ ചാടിപ്പോയി. അവനിപ്പോ ഭയങ്കര ഡിമാൻഡാ. അവൻ എന്നിട്ട് ഈ അടുത്ത കൂട്ടിലെ ഗിനിയുടെ കൂടാ ഇത്. അപ്പൊ ഈ ഗിനിയുടെ പുല്ല്, ഗിനിക്കിട്ട് കൊടുക്കുന്ന പുല്ലൊക്കെ ഇവൻ ഇതിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ഇതില് കൂട്ടി വെച്ചേക്കാം. എന്നിട്ട് അവളെ ഒളിപ്പിച്ച് വെച്ചേക്കാം. നമ്മള് കൈ കൊണ്ട് ചെല്ലുമ്പോ കണ്ടോ കാണിക്കുന്നത്. അവൻ സമ്മതിക്കില്ല, അവൻ ഓടിച്ചു വിടാനുള്ള ശ്രമമാ. പെണ്ണ് വരുന്നുണ്ട്, പക്ഷെ കണ്ടോ ഇതാണ് ഫീമെയിൽ ആണിത്. അവൾ അതിന്റെ അകത്ത് ഒളിച്ചു വെച്ചേക്കും അവൻ. എടാ കുരുപ്പേ. ഇനി ഗിനിയുണ്ട്. ഗിനിക്ക് പുല്ല് കൊടുത്തായിരുന്നു. ഇത് ഈ ടൈൽസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇവന്മാരൊക്കെ കുരുത്തക്കേടുകളാ. അപ്പൊ അതുകൊണ്ടിട്ട് അടച്ചു വെച്ചേക്ക, ഇനി എന്തെങ്കിലും പാമ്പൊക്കെ കേറാതിരിക്കാൻ വേണ്ടിട്ടേ. ഇതിന്റെ അകത്ത് ഗിനിയുണ്ട് കണ്ടോ, ഇതാ ഗിനിയുണ്ട്. നമുക്ക് അപ്പുറത്ത് അവന്മാരെ പിടിക്കാം. കണ്ടോ, ഇതിങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു 3-4 മാസമായി. പക്ഷെ ഇവന്മാർ അത്രയ്ക്ക് അങ്ങ് ഇണങ്ങിയിട്ടില്ല. എന്നാൽ കുറച്ച് ദിവസമായി വാങ്ങിച്ച ഇവിടെ വേറെ ഉണ്ട്. അവര് നല്ല ഇണക്കോ. കാണിച്ചു തരാവേ. പകലൊക്കെ കോഴി കയറും ഇതിന്റെ അകത്ത്. എന്നിട്ട് ഈ കാഷ്ടമൊക്കെ ചിക്കി മരുതാവും. ഇതാണ് എന്റെ ഫോട്ടോയിലുണ്ടായ അങ്കോറ പെണ്ണ്. മൂരാച്ചി സ്വഭാവമാണ്. ഇവളുടെ കൂടെ എന്ന് വെച്ചാൽ ഇവളുടെ ലോകമാണെന്നുള്ളതാ. കണ്ടോ, കടിക്കാൻ വരുന്നതുണ്ടോ, പട്ടീനെ പോലെയാ. എന്താടി നീ എന്തിനാ ഗുണ്ടായിസം കാണിച്ചേ? ഇനി ഗിനിനെയും കൂടി ഗിനി, ഇവിടെ ഗിനിയുണ്ട്. പക്ഷെ ഉണ്ടല്ലോ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ടിട്ട് കാണാൻ പറ്റില്ല. അതാ ഇതിലൊരു 4 ഗിനിയും കൂടെ ഉണ്ട്. അപ്പൊ ലൈറ്റ് അങ്ങോട്ട് കിട്ടാത്തത് കൊണ്ട് കാണാൻ പറ്റില്ല. എലി വളർത്തുന്നതാ. എലി പെട്രാറ്റാണത്, മൈസ് എന്ന് പറയും. ഇതാ ഗിനി. കാണിച്ചുതരാവേ, ക്യാമറ തിരിക്കട്ടെ. ഇതാ ഇത് കണ്ടോ, തലയിൽ മുടിയൊക്കെ ഉണ്ട്. അപ്പോ ഇതാണ് ഞങ്ങളെ ലോകം. എന്റെ പണി കഴിഞ്ഞിട്ടില്ലേ, ഈ ഒരു റോയില് കൊടുത്തോ. അമ്മമാർക്ക് തീറ്റയും കൂടെ കൊടുക്കാനുണ്ട്. ഇവരെ ഇപ്പൊ ഈ അമ്മേനെ മക്കളെയും ഞാൻ ഇപ്പൊ മാറ്റിയതേ ഉള്ളൂ. 1 മാസമായ കുഞ്ഞുങ്ങളാണിത്. 4 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് ഇവളുടെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നു. അവൾക്ക് 4 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആള്. ഇതാ അവളുടെ 2 മക്കൾ. അപ്പൊ അമ്മേനെ നടുക്കും, മക്കളെ അപ്പുറം ഇപ്പുറമായിട്ട് ഇട്ടേക്കുക. ഇത് മേൽഭാഗം, മുയൽക്കൂടിന്റെ മേൽഭാഗം നമ്മള് ഓല കൊണ്ട് മേഞ്ഞിട്ട് അതിന്റെ മേളില് ഷീറ്റ്, താർപ്പ ഇട്ടേക്കോ. താർപ്പ ഷീറ്റില്ലേ, അത് ഇട്ടേക്കോ പ്ലാസ്റ്റിക്കിന്റെ. കാരണം എന്ന് വെച്ചാല് ചൂട് അവർക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ചുറ്റിന് ഗാർഡൻ നെറ്റ് ഇട്ടിട്ടുണ്ട്. ചൂട് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ്. ദേവൻ തിരുവനന്തപുരം. എനിക്ക് ഒരെണ്ണം വളർത്താൻ തരും. ഇപ്പൊ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. സെയിലാകുമ്പോ പറയാം. പെറ്റ് സെയിലിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ വളർത്തുന്നത് കൂടുതലും. പിന്നെന്ന് വെച്ചാല് ഇത് നമ്മുടെ ഒരു പാഷൻ, നമ്മളൊരു ഇതാക്കി എടുക്കുന്നു മാത്രം. ഇത് കാടക്കുഞ്ഞുങ്ങളാണ്. കാടകള് ഇപ്പോ 16 ദിവസമായ കാടകളാണ്. കണ്ടോ, എല്ലാവരും തീറ്റ എടുക്കുന്നുണ്ട്. കുറെ പേര് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രാത്രി ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കും. കാരണം അഥവാ തണുപ്പൊക്കെ കൂടുവാണെങ്കിൽ, അവർക്ക് ചൂട് വേണമെങ്കിൽ അവർ ആ ചൂടിന്റെ അടിയിൽ വന്ന് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്
അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ അവിടെ ആ ലൈറ്റ് കാണുന്നിടത്താണ് ഒരു കാട ഫാമും കൂടെ ഉണ്ട്. കാട കുറച്ചുകൂടെ ഉണ്ട് അവിടെ. അപ്പൊ 2 സ്ഥലത്തായിട്ട് അങ്ങോട്ട് പോയാലേ നമുക്ക് വൈഫൈ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങോട്ട് പോവാത്തത്. അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ. പിന്നെ പട്ടികളുണ്ട്. എൻ്റെ ഒരു കുഞ്ഞനുണ്ട്, പഗ്ഗുണ്ട്, ഒരു ലാബുണ്ട്, ബീഗിളുണ്ട്. അപ്പോ പട്ടികളുണ്ട്, അവർക്കുള്ള ഫുഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ഗൂസുണ്ട്, കോഴി, താറാവൊക്കെ ഉണ്ട്. അവരൊക്കെ പുറകിലാണ്. ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നുണ്ട്. പല സ്ഥലത്തും നമുക്കിവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടിട്ടാണ്. ഫാം പെരുവണ്ണാമൊഴി. പെരുവണ്ണാമൊഴി എന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിലെ പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. നകുൽ നരേന്ദ്രൻ എവിടെ? പേരാമ്പ്രയാണോ പെറ്റ്സ്? അതെ, പേരാമ്പ്ര, പെരുവണ്ണാമൊഴി, മുതുകാട്. നമ്മള് എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഇത് ഞങ്ങളുടെ ഒരു 60 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. ഞങ്ങളുടെ തറവാട് വീടാണിത്. അപ്പോ ഇത് 10 വർഷത്തോളം നമ്മൾ പൂട്ടിയിട്ടാണ് ഞങ്ങൾ എറണാകുളത്ത് ബിസിനസ് എന്നുള്ള ഇതിൽ നിന്നത്. ബിസിനസ് ബിൽഡിംഗ് ഡിസൈനിങ്ങും കോൺട്രാക്ടിങ് വർക്കും ആയിരുന്നു. അത്യാവശ്യം നല്ല നിലയിൽ തന്നെ നിൽക്കുമായിരുന്നു. നല്ല വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിന്ന സമയത്താണ് ഡെമോൺസ്ട്രേഷൻ വന്നത്. ഡെമോൺസ്ട്രേഷൻ വന്നപ്പോൾ അത്യാവശ്യം എല്ലാവരെയും ബാധിച്ചതുപോലെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ബാധിച്ചു. നമ്മൾ കുറേ വലിയ ലാഭത്തിനൊന്നുമല്ല, പ്രോഫിറ്റിനൊന്നുമല്ല ചെയ്തിരുന്നത്. പിന്നെ കുറേ പൈസകൾ ആളുകളുടെ കയ്യിലായിപ്പോയി. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നു. പിന്നെ അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഫ്ലഡ് വന്നു. അതിനുശേഷം കൊറോണ വന്നപ്പോൾ പിന്നെ നമ്മളവിടെ നിന്നിട്ട് കാര്യമില്ലാന്നായി. കാരണം എന്ന് വെച്ചാൽ വാടകയും കൊടുത്ത് അവിടെ നിൽക്കുന്നതിലും നല്ല ഞങ്ങളുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഇതൊരു ഫാം വലിയ സെറ്റാക്കി എടുക്കുക എന്നുള്ളത്. അതായത് മനുഷ്യരെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം മൃഗങ്ങളോടാണ്. അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനൊരു വലിയൊരു സ്വപ്നമായിരുന്നു ഈ ഒരു ഫാം ഹൗസ്. അങ്ങനെയാണ് ആമീനെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് കൊറോണയും കൂടി ആയപ്പോ പിന്നെ അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി ബിസിനസ് ഒക്കെ എപ്പോൾ ആയി വരാനേ കൊറോണ സമയത്ത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു തീരുമാനത്തില് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഈ വീടൊക്കെ 10 വർഷം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ചെതല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് കുറഞ്ഞ ഭാഗം, അതായത് വലിയൊരു വീടാണിത്. ഒരു 7, 8, 9, 10 മുറികളുള്ള ഒരു വീടാണ്. അത് നമ്മൾ പകുതി ഭാഗം ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു ഭാഗം മാത്രം റിനോവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന് റിനോവേറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് ജീവികളൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും പിന്നെ വർക്ക് വന്നു. എറണാകുളത്ത് നല്ല വർക്ക് വന്നു. നല്ല ഒരു ഡെവലപ്പേഴ്സിന്റെ തന്നെ വർക്ക് വന്നു. നമ്മളുടെ ക്ലയൻസ് ആയിരുന്നു അവര്. നമ്മൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു വന്നു. എനിക്കൊരു പകുതി മനസ്സുണ്ടായിരുന്നു പോവണം എന്ന്. പക്ഷെ എങ്കിലും ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നം ഇതായിരുന്നത് കൊണ്ടിട്ട് പിന്നെയും അതിലേക്ക് പോയി ഒരു നഷ്ടത്തിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പോ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വർക്ക് എന്റെ ഈ സോഷ്യൽ മീഡിയ സൗഹൃദത്തിലുള്ള വളരെ കുറഞ്ഞ സൗഹൃദങ്ങളേ ഉള്ളൂ. ഞാൻ എപ്പോഴും മെസ്സഞ്ചർ നോക്കുന്ന ഒരു വ്യക്തിയല്ല. എങ്കിൽ പോലും വല്ലപ്പോഴും മെസ്സേജ് ചെയ്യുന്നതാണെങ്കിൽ അതിലുള്ള ഒരു സൗഹൃദത്തിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ആ വർക്ക് കൊടുത്തു. ഒരു 5-8 കോടിയുടെ വർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ആ വർക്ക് കൊടുത്തു. അവർക്ക് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പുള്ളിക്ക് വർക്ക് തുടങ്ങാനാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ഈ കൊച്ചു സ്വപ്നത്തിന്റെ പുറകെ പോവുകയാണ്. അതിനിടയ്ക്കാണ് ഈ ആദീസ് ഫാം ഹൗസ് എന്ന ഈ ആദി ഫാം ഹൗസിനെ കുറിച്ചിട്ട് ഏതോ ഒരു സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി, തെറിയാണ് വായിൽ വരുന്നത്, തെറി പറയാതെ നിൽക്കുവാണ്. അപ്പോ അവൾക്ക് ഒരു പണിയുമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നാട്ടിൽ പറയാൻ പറ്റത്തില്ല. കാരണം എന്റെ ജോലി എന്താന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അത് പറയാൻ പറ്റാത്ത ചില ജോലികളുണ്ടല്ലോ. അതാണ് ഇപ്പോ എന്റെ നാട്ടുപേര് കൂട്ടി എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു നാണക്കേടുമില്ല. കുമ്പളങ്ങി ജോമോൾ എന്ന് തന്നെ വിളിച്ചാലും എനിക്കൊരു നാണക്കേടില്ല. കാരണം എന്റെ അഭിമാനമാണ് അതെന്റെ നാട്. അപ്പൊ ചില ആളുകൾക്കൊക്കെ നാട്ടുപേര് കൂട്ടി വിളിക്കുമ്പോ എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ പുകഞ്ഞു കത്തുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതിനിപ്പോ നമ്മളെ എന്ത് പറയാനായിട്ടാ? നമുക്കൊന്നും പറയാനില്ല. പിന്നെന്ന് വെച്ചാല് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇവര് കാണുന്ന ലോകം ഈ സോഷ്യൽ മീഡിയ മാത്രമാണ്. ആ സോഷ്യൽ മീഡിയയിലുള്ളതാണെങ്കിൽ അവരവർക്കുള്ള റെവഞ്ച് വീട്ടിലുള്ള മക്കളെ പിടിച്ച് അല്ല തീർക്കേണ്ടത്. മനസ്സിലായോ? വീട്ടിലുള്ള മക്കളെ തൊട്ട് കളിച്ചാൽ, കുഞ്ഞു മക്കളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാല് വിവരമറിയും.
നായരത്തെല്ലാം പോയ പോലെ ആയിരിക്കത്തില്ല. നായരത്തെല്ലാം ഗുണ്ടകളെയും കൂട്ടി പോയതുപോലെ ആയിരിക്കില്ല. പെണ്ണുകൂട്ടി കൊടുത്ത് ഗുണ്ടകളെയും കഞ്ചാവ് കൊടുത്ത് ഗുണ്ടകളെയും കൊണ്ടുപോയതുപോലെ ആയിരിക്കത്തില്ല. ജോമോളുടെ അടുത്ത് വരണമെങ്കിൽ നട്ടല് സ്റ്റീലാക്കി കൊണ്ടുവരണം. ഇവിടുന്ന് ഇറങ്ങി പോവത്തില്ല, ഉറപ്പ് തരാം. അതുകൊണ്ടിട്ട് അത്രയ്ക്ക് തന്റെ ഉള്ളവളാണ് സുനയെങ്കിൽ സുനയ്ക്ക് വരാം ഇവിടെ. എന്റെ മുന്നിൽ എന്തെങ്കിലും അവള് പെട്ടാൽ അന്ന് നമുക്ക് കാണാം മോളെ സുനെ. ഇന്നിപ്പോ അവള് പറഞ്ഞല്ലോ, അവളെന്താ അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്താ പോസ്റ്റുകൾ എന്താ റിപ്പോർട്ട് ചെയ്ത് പൂട്ടിച്ചിരുന്നു. പണ്ടൊരു തെറി ഗ്രൂപ്പിലുണ്ടായിരുന്നു, പൂര തെറി പറഞ്ഞു, തെറി പറഞ്ഞു. തെറി ഗ്രൂപ്പില് അവളുടെ സ്ക്രീൻഷോട്ടുകൾ അയ്യോ ഞാനല്ലേ എന്റെ ഫേക്കാണ്, ഞാൻ പറഞ്ഞത് പറഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത നാറികൾ എന്തിനാണ് ഇമാതിരി പണിക്ക് നടക്കുന്നത്? ഞാൻ എന്ത് ചെയ്താലും ഞാൻ കട്ടെങ്കിൽ കട്ടെന്ന് പറയാൻ എനിക്ക് പറ്റണം. ഞാൻ സെക്സ് വർക്ക് ചെയ്തെങ്കിൽ ഞാൻ സെക്സ് വർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റണം. അല്ലാത്തവളെ ഈ പണിക്ക് പോവരുത്. അപ്പൊ അഭിമാനക്കുറവുള്ള പണിക്ക് ഇവളെന്തിനു പോകുന്നു? എന്നിട്ട് അവളുടെ പോസ്റ്റ് സുക്കുറണ്ണൻ നേരിട്ട് വന്ന് പൂട്ടിച്ചു. അത്രേ. എവിടെ പൂട്ടിച്ചു? ഞാൻ ഇന്നൊരു വക്കീലിനെ പോയി കണ്ടായിരുന്നു. നമ്മുടെ സുഹൃത്ത് ഒരു വക്കീലുണ്ട്, വക്കീലിനെ പോയി കണ്ടായിരുന്നു. എന്റെ നിയമവശങ്ങളൊക്കെ ചോദിച്ചു. അതുകൊണ്ടിട്ട് ഇപ്പൊ ഇന്ന് കുറച്ചും കൂടെ ലേറ്റ് ആയി. നമ്മള് സാധാരണ കിടക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ജോലികളൊക്കെ കഴിയുന്നതാണ്. ഇപ്പോ ഈ തൊഴിലുറപ്പും കൂടെ ഉള്ളത് കൊണ്ടിട്ട് പലരും മെസ്സേജ് അയച്ചാൽ പോലും കാണുന്നില്ല, മെസ്സഞ്ചറുകൾ പോലും കാണുന്നില്ല. വീന് ചോദിക്കും, ഞാൻ വിനുവിനൊന്ന് കൊടുക്കുവാണ്. അതിലേ സോറി ഫോർ ഇൻകൺവീനിയൻസ്. അതായത് ആദീസ് ഫാം ഹൗസിന്റെ പേരില് തട്ടിപ്പ് എന്ന് പറഞ്ഞു. എന്താ തട്ടിപ്പ് എന്ന് പറയണ്ടേ? ഞങ്ങൾ ഷെയർ പിരിച്ചോ, ഷെയർ പിരിച്ചിട്ട് വഞ്ചിച്ചോ? ഒരു പ്രോപ്പർട്ടി ആകുമ്പോൾ അങ്ങനെയാണല്ലോ. ഇനി ആരോടെങ്കിലും ഞങ്ങള് എന്താ പറയാ പണം വാങ്ങിയിട്ട് കബളിപ്പിച്ചോ, ഫാം ഹൗസിന്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട്? ഇനി കള്ള ബുക്കിംഗ് എടുത്തോ? എന്താണ് തട്ടിപ്പെന്ന് പറയണ്ടേ? അതെ, നമ്മുടെ നാട് അഖിൽ, നമ്മുടെ നാട്ടിലൊരു പയ്യനുണ്ട്, അവൻ ഹെയർ സ്റ്റൈലിസ്റ്റ്. അവൻ ഇവിടെ വന്നപ്പം മുതൽ നമ്മളെ കയറി പിടിച്ചതാ. അങ്ങനെ മാറ്റം അവന്റെ മാത്രം പരിപാടിയാ ഇത്. അപ്പം എന്താണ് തട്ടിപ്പെന്ന് പറയണ്ടേ? ചുമ്മാ ആദീസ് ഫാം ഹൗസ് തട്ടിപ്പ്. എന്താണത്? മാങ്ങയോ ചക്കയോ തേങ്ങയോ? ഇനി ഞങ്ങളിവിടെ കൂലിക്ക് ആളെ വിളിച്ചിട്ട് പൈസ കൊടുക്കാണ്ട് കബളിപ്പിച്ചോ? അങ്ങനെയൊക്കെ ചെയ്യാലോ. ഇനി തേങ്ങ ഇട്ടിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ട് ഞങ്ങൾ തേങ്ങ കൊടുക്കാതിരുന്നോ? എന്താണ് തട്ടിപ്പ്? അത് പറയണ്ടേ? അതില്ല, വൺ ലൈനാണ്. ജോമോള് പറഞ്ഞ പോലെ തന്നെ ആദീസ് ഫാം ഹൗസ് തട്ടിപ്പ്. എന്താണത്? അപ്പം അതിലേതായാലും ഇന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, പേരാമ്പ്രയിലുള്ള അഡ്വക്കേറ്റാണ്, ലീഡിംഗ് ക്രിമിനൽ സിവിൽ ലോയറാണ് പേരാമ്പ്ര കോർട്ടിലത്തെ. അപ്പം അദ്ദേഹത്തിന് ആ കേസ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി. നാളെയോ മറ്റന്നാളായിട്ടോ കേസ് ഫയലാവും. ബാക്കി കാര്യങ്ങൾ വെമ്പായം ഷിജിന പതിയെ അറിഞ്ഞോളൂ. അതിലെ മാനനഷ്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2 കോടി രൂപയാണ്. 2 കോടി രൂപ ഒക്കെ ആളുടെ അടുത്ത് എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. തരാനില്ലാത്തയാള് എന്ത് ചെയ്യണം? അതിന് ജയിലിൽ പോയി കിടക്കട്ടെ. വിഗല്ല, ഇത് ഒറിജിനല. ഇതൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തൊക്കെ തന്ന നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഇവിടെ നാട്ടിലുള്ള പയ്യനാണ്. അവൻ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്ന ഒരു നല്ല കഴിവുള്ള പയ്യനാണ്. അവന്റെ സിഗരറ്റ് കയ്യിലുണ്ട്, മാറ്റി പിടിച്ചതാ. ഞാൻ കൊടുക്കാം. ഷിജിനത്തെ സിഗരറ്റ് കത്തിച്ചവിടെ അത് അവിടെ തന്നെ ഉണ്ട്, കയ്യിൽ തന്നെ ഉണ്ട്. ഇത് നമ്മൾ കലപ്പേന്തിയ കർഷകർ എന്നൊക്കെ പറയുന്ന പോലെ ഇത് സൂട്ടിട്ട കർഷകരാ. കർഷകന് മികച്ച മാതൃകാ കർഷകനുള്ള ജൈവ കൃഷിയായിരുന്നു ഇവിടെ. അപ്പൊ അതിനുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ എന്ന് വെച്ചാല് നമ്മൾ എറണാകുളത്തൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കൃഷി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ അവിടെ നിന്നുള്ള ഫണ്ട് കൃഷിയിൽ നിന്ന് ഭയങ്കര ഒരു വരുമാനം എന്ന് പറയാനായിട്ടൊന്നും ഇല്ല.
കൃഷി എപ്പോഴും നഷ്ടത്തിൽ, ഇപ്പോഴത്തെ അവസ്ഥയിലൊക്കെ നഷ്ടത്തിൽ തന്നെയാണ്. അപ്പൊ എന്ന് വെച്ചാല് നമ്മള് ആ എറണാകുളത്ത് വർക്ക് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഫണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കൃഷി. ബിസിനസ് മോശമായപ്പോ കൃഷി അങ്ങനെ അത്രയ്ക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ വിനുവിന് ഒരു കാര്യം കൂടി പറയാണ്ടെന്ന്. അഡ്വക്കേറ്റ് സുമിനല്ല, അളവലാതിയല്ല, സുമിനല്ല. ഓക്കെ, ഇത് പറയാമെന്ന് വേറൊന്നുമല്ല. നമ്മള് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കൃഷിയെ, നമ്മളുടെ ഇവിടുത്തെ തോട്ടത്തെ ആശ്രയിച്ചിട്ട്, ഫാമിനെ ആശ്രയിച്ചിട്ട് 5ഓളം കുടുംബങ്ങൾ ജീവിച്ചു പോയിരുന്നതാണ്. സ്ഥിരം ജോലി ഉണ്ടായിരുന്നു അവർക്ക്. 5ഓളം കുടുംബങ്ങൾക്ക് സ്ഥിരം ജോലി ഉണ്ടായിരുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു നോട്ട് നിരോധനം വരുന്നതിന് മുമ്പ് ഇവിടെ റബ്ബർ മുറിച്ച് റീപ്ലാന്റ് ചെയ്തു. അപ്പൊ അന്ന് റീപ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല, റബ്ബറിന് വില അങ്ങ് താഴേക്ക് പോകുന്നു. റബ്ബറിന് വില താഴേക്ക് പോകുന്നു കഴിഞ്ഞാല് മിനിമം ഒരു 5-8 വർഷം റബ്ബറിന് വില ഉണ്ടാവില്ല. പിന്നെ റബ്ബറിന് കയറുള്ളൂ വില. അപ്പൊ ആ സമയത്ത് എന്ത് 8 വർഷം നമ്മൾ കൂലി കൊടുക്കാനുള്ള പൈസ പോലും കഷ്ടി കിട്ടത്തേ ഉള്ളൂ. അത് പിന്നെ ഒരു 8 വർഷം എനിക്കത് ഈൽഡ് എടുക്കാൻ പറ്റുള്ളൂ. പ്രായമായ റബ്ബറായിരുന്നു. ഞാനപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആ റബ്ബർ ഞങ്ങൾ മുറിച്ചിട്ട് റീപ്ലാന്റ് ചെയ്തു. ഒരു 10-20 ലക്ഷം രൂപയോളം കയ്യിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് ഞങ്ങളന്ന് റീപ്ലാന്റ് ചെയ്തത്. ഇപ്പം ശരിക്കും ഇവിടെ വരുമാനത്തിന് ടൈറ്റ് നേരിടുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പോ റബ്ബർ അറിയുന്നവർക്കറിയാം, റബ്ബറിന്റെ വരുമാനം ഇനി അതിന്റെ ഒരു ഈൽഡ് നമുക്ക് വരാൻ തുടങ്ങണമെങ്കിൽ 8-8 വർഷം മുതലേ വരുള്ളൂ. ഇപ്പൊ 5 വർഷമായിട്ടേ ഉള്ളൂ. അതുകൊണ്ടൊരു 3 വർഷം കൂടെ നമുക്ക് ബുദ്ധിമുട്ടി തന്നെ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ റബ്ബറിന്റെ വരുമാനവും തെങ്ങിന്റെ എല്ലാം കൂടെ ആവുമ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു തലവേദന ഇല്ലാത്ത, അതായത് വരുമാനത്തിന് വേണ്ടി പേടിക്കേണ്ട കാര്യമില്ല. പിള്ളേരുടെ കാര്യമൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പോകും. അപ്പം ഇതിനാകെയുള്ള ബുദ്ധിമുട്ട് നോട്ട് നിരോധനം വന്നതുകൊണ്ട് ഇവിടുത്തെ ഫാമിനെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5ഓളം കുടുംബങ്ങൾക്കുള്ള അവരുടെ വരുമാന മാർഗം മുടങ്ങി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള വേദന. ഇപ്പോഴും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പണികൾ വന്നു കഴിഞ്ഞാൽ അവരെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പണിയില്ലാത്ത പോലും അവർ വന്ന് സഹായിച്ചു തരാറുണ്ട്. അങ്ങനെയൊക്കെ പോവുകയാണ്. കാരണം ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്റെ വല്യപ്പനായിട്ട് എന്റെ അമ്മയ്ക്ക് കൊടുത്തു. 3 പെൺമക്കളായിരുന്നു വല്യപ്പനെ. അതിൽ ഇളയ ആൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ ഇളയാളായ എനിക്ക് തന്നു. എന്നിൽ നിന്ന് ഇനി അടുത്ത ആളിലേക്ക് പോകും. അപ്പൊ അങ്ങനെ പോകുന്ന ഞങ്ങളൊക്കെ ജനിച്ചു വളർന്ന നാടാണിത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ രാഷ്ട്രീയവും പുരോഗമനവും ഒക്കെ പറയുന്നത്. അല്ലാതെ നമ്മളിടങ്ങൾ സീക്രട്ടായിട്ട് നമ്മളിടങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടല്ല. എന്തോ അപ്പൊ ചക്കിട്ടപ്പാറ പെരുവണ്ണാമണി ഡാം എവിടെയാണോ ഹോം? അതെ, ചക്കിട്ടപ്പാറ പെരുവണ്ണാമണി, ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ പെരുവണ്ണാമണിയാണ്. മറ്റുള്ളവർ അല്ലെങ്കിൽ അത് നോക്കാറില്ല. പിന്നെന്ന് വെച്ചാല് ഇന്നിപ്പോ കർമ്മ ന്യൂസ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ആരോ എന്റെ ഇതിന്റെ താഴെ, പോസ്റ്റിന്റെ താഴെ കൊണ്ടുവന്നിട്ട് ലിങ്ക് ഒട്ടിച്ചതാണ്. അത് എന്തായാലും സന്തോഷമായി, വളരെ ഉപകാരമായി. കാരണം ഞാൻ അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. ഷിൻഡോ ഹൗസിൽ ജോസ് കേസ് കൊടുത്ത ഉടനെ ജയിലിലാണോ? സാധ്യതയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഒരാളെ തല്ലിയിട്ട് പകല് തല്ലിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുമായിരുന്നോ? ഒരിക്കലും കഴിയത്തില്ല. അതൊന്ന് കൊച്ചിനെ വിൽക്കാൻ നോക്കിയ സമയത്തില് ഇപ്പോഴും അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാല് അതിനൊന്നും അറസ്റ്റ് ഉണ്ടാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ലൈംഗിക പീഡനത്തിനെതിരായ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയ ഒരു കേസ് ഉണ്ടായിരുന്നില്ല? അതിലും ഒക്കെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അറസ്റ്റ് ഒന്നും ഉണ്ടാവത്തൊന്നുമില്ല. ഇവളേക്കൊന്നും അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് അതിനൊക്കെയുള്ള പോലീസുകാരൊന്നും ഈ നാട്ടിലുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. പക്ഷെ പൊരുതും. കാരണം എന്ന് വെച്ചാല് അങ്ങനെ അങ്ങ് കളിക്കണ്ട. പക്ഷെ എന്റെ നേരെ കളിക്കുന്നത് നല്ലതിനല്ല എന്ന് തന്നെ ഞാൻ പറയും. ആമി എഴുന്നേറ്റോ? താൻ ഭയങ്കര പോസിറ്റീവാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മളെപ്പോഴും നെഗറ്റീവ് ആവാതിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പിന്നെ ചൊറിഞ്ഞാൽ വിടാതിരിക്കുക. കർമ്മമൊക്കെ മഞ്ഞപത്രമാണ്. എന്ത് പത്രമായാലും മനുഷ്യനല്ലേ, അവര് ചെയ്യട്ടെ. ചെയ്തതിനൊന്നും എനിക്കൊരു പരാതിയില്ല. അത് ഞാൻ നിയമപരമായിട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സൂരജ് അപ്പു നല്ല ഡ്രസ് ഇട്ടൂടെ? സൂരജ് അപ്പു, എന്റെ അഡ്രസ് അന്ന ജോമോ ജോസഫ്, ചെറുവത്തൂർ ഹൗസ്, പെരുവണ്ണാമുഴി PO, മുതുകാട് PO, പേരാമ്പ്ര,
കോഴിക്കോട്. കൊറിയർ ചെയ്തോ കേട്ടോ. ഹായ് ചേച്ചി, അടിപൊളിയായിട്ടോ, താങ്ക് യു. ആദ്യം ഉറങ്ങി. ആദ്യക്ക് പനിയുണ്ട് 2 ദിവസമായിട്ട്. ഇന്ന് നല്ല വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് ക്ഷീണമാണ്. ഭക്ഷണം ഒക്കെ വളരെ കുറവാണ് കഴിക്കുന്നത്. അപ്പം അതുകൊണ്ടിട്ട് ഭയങ്കര ക്ഷീണം. അപ്പം അവൻ ഇന്നലെ പോലെ റാംബോ കുട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. ശരത് മോൻ അറിയുമോ? നമ്മുടെ ശരത്താണോ ഇത്? എയർലൈൻസിലെ ഗോകുൽദാസ് ഫുഡ് കഴിച്ചോ? ചേച്ചിക്ക് ബിഗ് ബോസിൽ പോകായിരുന്നു. പിന്നെ ഇവിടുത്തെ പണിയൊക്കെ ആരെടുക്കാം? ബിഗ് ബോസിൽ പോയി കിടന്ന് ഇതാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. ഹായ്, കട്ട സപ്പോർട്ട്, താങ്ക് യു. നാളെ ഹർത്താലുണ്ടെന്ന്. എന്താ സംഭവം ജിംഷ? കണ്ടില്ല, അറിയില്ല. TV വെച്ചിട്ടില്ലായിരുന്നു, ന്യൂസ് വെച്ചില്ല, തിരക്കായിരുന്നു. അരുൺ, ഞാൻ ഫാം കാണിച്ചായിരുന്നു ആദ്യം. ഞാൻ മുയലിന്റെ കൂട്ടിലുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ ഫാം കാണിച്ചായിരുന്നു. ലൈവ് കാണുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കൂ. വീഡിയോ ചെയ്തിടുന്നുണ്ട് ഞാൻ. എന്തായാലും ചെറുതായിട്ടൊന്ന് കാണിച്ചു. ഷിബു പാറൂസ്, മരുന്ന് ഇവന് മരുന്നുണ്ടായിരുന്നു ഇവിടെ. പനിയുടെ മരുന്ന്, ചുമയുടെ മരുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ആ വോമിറ്റിംഗ് തുടങ്ങിയപ്പോൾ കഞ്ഞി അങ്ങ് കൊടുത്തു. അതുകൊണ്ടിട്ട് കുഴപ്പമില്ല, ഉഷാറായി വരുന്നു. തണുത്ത വെള്ളം കുടിച്ചതാ. ഇന്നലെ തൊഴിലുറപ്പ് അടുത്ത വീട്ടിലായിരുന്നു. ഇന്നലെ എല്ലാം മിനിങ്ങാന്ന് 2 ദിവസം മുമ്പ്. അപ്പോൾ ആ സമയത്ത് തണുത്ത വെള്ളം കുടിച്ചതാ. അതാ. കക്കയം ക്യാമ്പ് എനിക്കറിയില്ല. കക്കയം അറിയാം, കക്കയം ക്യാമ്പ് അറിയില്ല. നക്സൽ രാജനെ കൊന്ന സ്ഥലം കൊരക്കുഴി കക്കയം എന്ന് വിനുവിനറിയാം. ആമി ഉറങ്ങി. ആമി ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. ട്രിവാൻഡ്രം വിഷയം എന്ത് വിഷയമാണ്? ട്രിവാൻഡ്രം വിഷയം എനിക്കറിയില്ലല്ലോ. അപ്പൊ വിൽസൺ സാറിന് അറിയാമല്ലോ അല്ലേ? വിൽസൺ സാറിന്റെ പ്രൊഫൈലൊന്ന് ഞാൻ നോക്കുന്നുണ്ട്. എന്തായാലും വിനുവിന്റെ ഫ്രണ്ടാ? അതാരാ? അവിടെ കൊറോണ ഒക്കെ എങ്ങനെയുണ്ട്? നമ്മളുടെതെന്ന് വെച്ചാല് നമ്മള് പുറം ലോകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അഖിൽ. കാരണം എന്ന് വെച്ചാല് രാവിലെ പോലെ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ പണി. പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ പണി കഴിയുമ്പോൾ, അതായത് തൊഴിലുറപ്പ് പണി കഴിയുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പുറത്തു പോകും. അതാണ് ഞങ്ങൾ പുറത്തു പോകും. ഞങ്ങളുടെ ഔട്ടിംഗ് എന്ന് പറയുന്നത് അതാണ്. പേരാമ്പ്ര പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കാണാൻ പോകാനുണ്ടെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾക്ക് കൊറോണ വലിയ ബാധകമല്ല. എങ്കിൽ പോലും നമ്മൾ വളരെ സേഫായിട്ടാണ് നിൽക്കുന്നത്. ഫാം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടും അതുമായിട്ട് ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. വീടിനോട് ചേർന്ന് തന്നെ ഉള്ളതാണ്. ആദ്യം LKG അഡ്മിഷൻ എടുത്തു. അവൻ സ്കൂളിൽ ബസ് കയറി പോയിട്ട് പഠിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കൊറോണ കഴിയട്ടെ എന്ന് വിചാരിച്ചു. പ്രശാന്ത് ഫാം കാണാൻ ഒരു ദിവസം വരുന്നുണ്ട്, വായോ. 4 പേര് അറിയുന്ന നിങ്ങളെയൊക്കെ ചെറിഞ്ഞാൽ അവരെ ആരെങ്കിലും ഒക്കെ അറിയോ? അതാ ഇപ്പൊ തന്നെ കുറെ പേർ പോയി ദിയാസന സെർച്ച് ചെയ്ത് കാണുന്നു. അറിയില്ല. CPM പോലീസല്ലേ? സംഘി പോലീസ് ആണെങ്കിൽ ഏത് പോലീസായാലും കണക്കാ. ഏത് പോലീസായാലും ഏത് പോലീസായാലും കണക്കാ. നല്ലവരും ഉണ്ട്, നല്ല പോലീസുകാരും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നിങ്ങളെ ഫാമിൽ വന്നാൽ കാണാൻ പറ്റുമോ? റഹീസ്, നേരത്തെ പറഞ്ഞിട്ട് വരണം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ്. അതായത് രാവിലെ മുതൽ തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടിട്ട് നേരത്തെ ഒന്ന് പറഞ്ഞിട്ട് വരണം, അത്രേ ഉള്ളൂ. ഏപ്രിലിന് ശേഷം ഞങ്ങളിത് ഓപ്പൺ ചെയ്യും എന്തായാലും. നിങ്ങൾ കൊച്ചിയിലുണ്ടായിരുന്നപ്പോൾ അപ്പുറത്ത് ജോലിക്കുന്നു. മനസ്സിലായി. മാടവനും ഉണ്ടായിരുന്നപ്പോഴല്ലേ? മനസ്സിലായി കേട്ടോ. ആലപ്പുഴക്കാരൻ. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഇങ്ങനെയാണോ ജോലിക്ക് പോകുന്നത്? ജോലിക്ക് പുറത്ത് പോകുന്നില്ലല്ലോ. ഞങ്ങളുടെ ജോലി കൃഷി, ഫാമിങ് തന്നെയാണിപ്പോ. വിനു കിടുലുക്കുന്നു. സുബിൻ മുല്ലക്കുളങ്ങൻ. ഫുഡ് കഴിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. വൈകുന്നേരം പുറത്ത് പോയി എന്ന് പറഞ്ഞില്ല. അപ്പൊ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ വക്കീലിനെ കാണാൻ പോയതാ. വക്കീൽ സുഹൃത്തായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കഴിച്ചായിരുന്നു. ചപ്പാത്തി കഴിച്ചു.
വിനു ഇവിടെ ഉണ്ട്. കൊച്ചിനൊക്കെ സുഖമാണ്. ഫാം പെരുവണ്ണാമൊഴിയാണ്. പെരുവണ്ണാമൊഴി, കോഴിക്കോട് ജില്ലയിൽ പെരുവണ്ണാമൊഴി. ടെനു പ്രസन्न, ഇച്ചിരി സമാധാനം തരുമോ? ഫേസ്ബുക്ക് ഓഫ് ചെയ്ത് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങടേ. ടെനുവിന്റെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നു? എന്നിട്ട് ഈ രാത്രി എന്തുവാടെ ഈ ഹണിമൂൺ സമയത്ത് ഈ രാത്രിക്ക് ഇവിടെ കാര്യം നിനക്ക്? സമയം 11 മണി കഴിഞ്ഞല്ലോ. ഫാമിന്റെ ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. പകുതി ഭാഗമേ റിനോവേറ്റ് ചെയ്തിട്ടുള്ളൂ, പകുതിയും കൂടി ചെയ്യണം. അതിപ്പോ നമ്മളൊരു ഏപ്രിലോടെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും ഏപ്രിലോടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെ വിചാരിക്കുന്നു. അടുത്ത മാസം ആമിക്ക് 1 വയസ്സ് തികയുമാണ്, മാർച്ച് 25-ന്. ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു വന്നതാണ്. എന്തെങ്കിലും ഒരു ജോബ് ഓർ റെക്കമെൻഡ്. തോമസ് സൂസൻ സാറ. എനിക്ക് വല്ല ചെറിയ ജോലിയൊക്കെ ആണെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളോടൊക്കെ പറയാം, അത്രയൊക്കെ ഉള്ളൂ. കാരണം എനിക്ക് സോഷ്യൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇൻബോക്സ് ചെയ്യും. കാരണം കാരണം ഒരു ദിവസം ഒരു എനിക്കൊരു ജോലി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറാം, അതൊക്കെ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും നടക്കത്തൊന്നുമില്ല. സാധാരണ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഉള്ള സൗഹൃദങ്ങൾ വഴി എന്തെങ്കിലും പറ്റുന്ന ജോലികളാണെങ്കിൽ ആരോടെങ്കിലും ഒക്കെ പറയാം, സുഹൃത്തുക്കളോട് പറയാം. ആ ഒരു ഇത് അത്രേ ഉള്ളൂ. എന്തായാലും എനിക്ക് ബയോഡേറ്റ ഒന്ന് ഇൻബോക്സ് ചെയ്താൽ ഞാൻ നോക്കാം. തോമസ് സൂസൻ സാറ്. ഞാൻ ഫാം കാണാൻ വരട്ടെ. പിന്നെ ചേച്ചി തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വിഷമം. അതില് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മണ്ണിനോട് ഇഷ്ടമുള്ള ആളുകളാണ്, മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ സർക്കാരിന്റെ ഈ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് വളരെ ആശ്വാസമാണ്. കാരണം എന്ന് വെച്ചാൽ പറമ്പിൽ ഇപ്പോൾ നമുക്ക് പണിയെടുപ്പിക്കാനായിട്ടുള്ള വരുമാനമൊന്നും പറമ്പിൽ നിന്ന് കിട്ടുന്നില്ല, നമ്മളുടെ കയ്യിൽ വേറെ വരുമാനങ്ങളും ഇല്ല. അപ്പോൾ അതില് ഏറ്റവും വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ തൊഴിലുറപ്പ് പണി. അപ്പൊ നമ്മൾ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ പറമ്പിൽ നമ്മൾ ജോലി ചെയ്യത്തില്ലേ, നമ്മളുടെ വീട്ടിലെ ജോലി നമ്മളല്ലേ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇത്. അയൽവക്കത്തില് ജോലിക്ക് വീടുകളിൽ പണിയുണ്ടെങ്കിൽ നമ്മൾ അവിടെയും പോയി ചെയ്യാറുണ്ട്. കാരണം ജോലി എടുക്കുന്നതിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അധ്വാനിച്ച് ശരീരം വേർത്ത് ജോലി എടുക്കുന്നതിൽ എന്തിനാണ് നമ്മൾ അഭിമാനക്കുറവ് വരേണ്ടത്? തട്ടിക്കാതിരിക്കുക, വെട്ടിക്കാതിരിക്കുക, മറ്റുള്ളവന്റെ വേർപ്പ് ആഗ്രഹിക്കാതിരിക്കുക. ഇതൊക്കെയാണ് എന്റെ പോളിസികൾ. ചെകുത്താൻ എനിക്ക് പെറ്റ്സ് ഉണ്ട്. മൈസുണ്ട്, എലിയുണ്ട്, മൈസുണ്ട്, മുയലുണ്ട്, ഗിനിയുണ്ട്, ഗിനിപ്പന്നിയുണ്ട്, പിന്നെ കാടയുണ്ട്. കാട പെറ്റല്ല, ബ്രോയിലർ കാടയാണ്. പിന്നെ എന്താ വളർത്തുന്ന അത്രയും കാലം അവർ നമ്മുടെ പെറ്റാണ്, അത്രേ ഉള്ളൂ. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട്, കോഴികളുണ്ട്, ഗിനിക്കോഴികളുണ്ട്, ഗൂസ് ഉണ്ട്, ഡക്കുണ്ട്, താറാവ്, നമ്മുടെ കുട്ടനാടൻ താറാവുണ്ട്. ഇനിയിപ്പോ എനിക്ക് ഒരു ഓസ്ട്രിച്ച് വരെ ഇവിടെ വരുത്തണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. സാധിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷി, യമു ഒക്കെ. പ്രാവൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ, ജീവികളൊക്കെ വളർത്തുന്നവരുണ്ടെങ്കിൽ ദയവായി എന്റെ ഇൻബോക്സുമായി ബന്ധപ്പെടുക. ഇഗ്വാനയൊക്കെ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. ഇഗ്വാനൊക്കെ ഞാൻ എടുക്കാൻ വേണ്ടി എടുക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. വെരി ഈസ് യുവർ ബേബി? ആമി ഉറങ്ങി, ആദിക്കുട്ടനും ഉറങ്ങി. ഫാം ഫുൾ സെറ്റപ്പ് ആകുമ്പോൾ എന്തെല്ലാം ഉണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് കുതിര അടക്കം, ഓസ്ട്രിച്ച് അടക്കം, യമു അങ്ങനെയുള്ള ജീവികളെല്ലാം വേണം എന്നുണ്ട്. ഹോം സ്റ്റേ ഫാമിംഗ് ഉണ്ട്. ഹോം സ്റ്റേ ആണ്. പിന്നെന്ന് വെച്ചാല് ടെന്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ആഗ്രഹങ്ങള്. അങ്ങനെയുള്ള വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെയാണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാം ടൂറിസമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഹോം സ്റ്റേ, ട്രക്കിങ്, പിന്നെ നമ്മളുടെ ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ്, ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ്. അപ്പം അവിടെ എന്താ പറയുക, കൊട്ടവഞ്ചി സവാരി, ചവിട്ട് ബോട്ട്, ഇതെല്ലാം ആലോചിക്കുന്നുണ്ട്. പിന്നെ മെല്ലെ എന്താ പറയുക, ആയുർവേദിക് ഒരു വെൽനസ് സെന്ററും കൂടെ ആക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 to 5 years ഇതെല്ലാം പോസിബിൾ ആകും. കാരണം മെയിനായിട്ട് നമ്മളുടെ എന്താ പറയുക, വലിയൊരു ഫണ്ട് ഇപ്പം ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം മെല്ലെ മെല്ലെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് വരിക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ധനഞ്ജയ് CS ഹായ്.
ബേർഡ്സ് പുറത്ത് കൊടുക്കുമോ? ബേർഡ്സ് ഉണ്ടല്ലോ, സത്യത്തിൽ ഞങ്ങൾക്ക് അധികം ബേർഡ്സ് ഇല്ല, ലവ് ബേർഡ്സ് ആണ് കുറച്ചുള്ളത്, അതിന് കൊടുക്കാറൊന്നും ആയിട്ടില്ല. ഫാം കാണാൻ പറ്റും. ഒരു ഏപ്രിലൊക്കെ കഴിയുമ്പോ ഫാം ഓപ്പൺ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. പോസ്റ്റ് ഇടും, ഞാൻ എന്തായാലും പോസ്റ്റ് ഇടും. അപ്പൊ എന്ന് വെച്ചാല് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. വെറുതെ ചൊറിയും കുത്തി അവിടെ എവിടെ ഇരുന്നിട്ട് എന്തിനാണ് വല്ലവന്റെ മക്കളെ തൊട്ട് കളിക്കുന്നത്? മക്കളെ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെയൊക്കെ പറയും, മക്കളെ തൊടാതിരിക്കും, മക്കളുടെ പേര് ഉപയോഗിക്കാതിരിക്കും. പിന്നെ ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ പറയുമ്പോ സ്വയം ചെയ്യുന്ന കാര്യങ്ങള് മറ്റുള്ളവരും ചെയ്യുന്നു എന്ന് ഊഹിച്ചുണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം ഈ പരദൂഷണം എന്ന് പറയുന്ന വലിയ ചെലവില്ലാത്ത കാര്യമാണ്. മറ്റൊരാളുടെ കുറ്റങ്ങൾ കണ്ടെത്താൻ എളുപ്പം സാധിക്കും. അതൊന്ന് തെളിയിക്കണമെങ്കിൽ കുറച്ച് പാടുവരും. അപ്പോ ഇതില് അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ അല്ല ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്. മനസ്സിലായോ? ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തെളിവുകൾ സഹിതം ഉന്നയിക്കുക. അല്ലാതെ ചുമ്മാ എനിക്കങ്ങനെ എന്താ ചില ആളുകളുടെ പോസ്റ്റ് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോകും. ദിയാസനയ്ക്കെതിരെ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇന്ന് ഓരോ സ്റ്റേഷനുകളിൽ പരാതികളായി അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ ഉന്നയിക്ക്. എന്തേ ഉന്നയിക്കാൻ പറ്റാത്തെ? ഞങ്ങളൊരു തട്ടിപ്പ് നടത്തിയോ, വെട്ടിപ്പ് നടത്തിയോ, ആരെങ്കിലും പറ്റിച്ചോ, അല്ലെങ്കിൽ കൂട്ടിക്കൊടുത്തോ, കഞ്ചാവ് കച്ചവടം ചെയ്തോ? പറയേ, തെളിവ് സഹിതം കൊണ്ടുവാ. എന്തേ ഇതൊന്നും പറയാൻ പറ്റാത്തെ? ഒന്നും പറയാനില്ലാത്തപ്പോ മക്കളെ തൊട്ടിട്ടാണോ കളിക്കുന്നത്? അതങ്ങ് മേളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഇടയ്ക്ക് വേറൊരു സാധനം കൂടെ ഉണ്ട്, അതിലേക്ക് അങ്ങ് വെച്ചാ മതി. അത്രേ പറയാനുള്ളൂ. അപ്പൊ ഞങ്ങള് 11 മണിയായി. എന്നാ പിന്നെ കിടക്കാൻ നോക്കട്ടെ. മീൻ വളർത്തുന്ന വീഡിയോ, മീൻ അധികം ഇല്ല. ഇപ്പൊ ഗപ്പിയും കുറച്ച് എന്താ നമ്മുടെ അവന്റെ പേരെന്താ, കാർപ്പാണുള്ളത്. അപ്പോ മീനിനൊക്കെ വളർത്തണം. ഇപ്പോ ഫണ്ട് കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടിട്ട് നമ്മൾ ചെറിയ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. വിപുലമാക്കുന്നതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടും. ഫാമിന്റെ ഫുൾ ഫോട്ടോസും വീഡിയോസും എല്ലാം ഇടും. അപ്പോ സന്തോഷം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ബൈ.